ഒരു മാലാഖയുടെ കഥ പറയാം. എന്തു ചോദിച്ചാലും നൽകുന്ന ഒരു മാലാഖയുടെ കഥ അയാൾ പറഞ്ഞു. കേൾവിക്കാരുടെ കൗതുകം ഉണർന്നു. മാലാഖ ചെയ്തിട്ടുള്ള അത്ഭുതങ്ങൾ കേൾക്കാൻ അവർക്ക് ആകാംക്ഷയുണ്ടായി. സാധുക്കളെ സഹായിച്ച കഥ, കുഞ്ഞിനെ രക്ഷിച്ച കഥ, അല്ലെങ്കിൽ വിശക്കുന്നവന് മാന്ത്രിക തളിക നൽകിയ ഒരു കഥ. അങ്ങനെ എന്തെങ്കിലും ഒന്നായിരിക്കും അത് എന്ന് അവർ കരുതി. അയാൾ ഒരു കുഞ്ഞിനെ രക്ഷിച്ച മാലാഖയുടെ കഥ പറയാൻ ആരംഭിച്ചു. അവർ ശ്രദ്ധയോടെ കേട്ടിരുന്നു. എന്നാൽ അയാൾ പറഞ്ഞു, ഞാൻ പറയുന്ന ആ മാലാഖ നിങ്ങളാണ് എന്ന്. അവർ അമ്പരപ്പോടെ ചുറ്റും നോക്കി. അവർക്ക് ചിരി വന്നു. അയാൾ വീണ്ടും പറഞ്ഞു, സാധുക്കളെ സഹായിക്കുന്ന, കുഞ്ഞിനെ രക്ഷിക്കുന്ന, വിശക്കുന്നവന് മാന്ത്രിക തളിക നൽകുന്ന ആ മാലാഖ നിങ്ങളാണ്. അവരെ ഒരു സംഭവം അയാൾ ഓർപ്പിച്ചു. പാഞ്ഞു വരുന്ന ട്രെയിനിന്റെ മുമ്പിൽ നിന്നും ഒരു കുഞ്ഞിനെ രക്ഷിച്ചത് നമ്മുടെ ഒരു നാട്ടുകാരനായിരുന്നല്ലോ. ചില ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ആ സംഭവം. നിങ്ങളത് ഓർക്കുന്നുണ്ടാകുമല്ലോ. അപ്പോൾ കേൾവിക്കാർ പറഞ്ഞു, സാർ, അയാളുടെ മകൻ ഇവിടെയുണ്ട്. അവൻ അഭിമാനത്തോടെ എഴുന്നേറ്റ് നിന്നു. അതേക്കുറിച്ച് അവൻ പറഞ്ഞു. ആ സംഭവം അയാൾ വീണ്ടും അവരെ ഓർപ്പിച്ചു. അമ്മയുടെ കയ്യിൽ നിന്ന് റെയിൽ ട്രാക്കിലേക്ക് ഒരു കുഞ്ഞ് വഴുതി വീണു. ട്രെയിൻ വരുന്നത് കണ്ട് എല്ലാവരും ഭയന്നിരിക്കുമ്പോൾ ജീവനെ വെല്ലുവിളിച്ച് ട്രെയിൻ വന്നുകൊണ്ടിരുന്ന അതേ ട്രാക്കിലൂടെ അയാൾ ഓടിയെത്തി ആ കുഞ്ഞിനെ രക്ഷിച്ചു. അയാൾ പറഞ്ഞു, അവസരങ്ങൾക്കൊത്ത് ഉയർന്നാൽ നിങ്ങൾക്കും ഒരു മാലാഖ ആകാം. അപരനു വേണ്ടി ത്യാഗവഴികളിലൂടെ സഞ്ചരിക്കുന്നവരാണ് നല്ല മാലാഖമാർ. നിങ്ങളുടെ സ്വപ്നങ്ങളിലും പുസ്തകങ്ങളിലും മാത്രമല്ല മാലാഖമാർ ഉള്ളത്, നിങ്ങളിലുമുണ്ട് ആ ഒരു നല്ല മാലാഖ. ഒരു ത്യാഗവും ക്രിസ്തുവിൻ്റെ ക്രൂശോളം വരില്ലെങ്കിലും ഈ നോമ്പുകൾ നമ്മെ നന്മയുള്ള ഒരു മാലാഖയാക്കി മാറ്റട്ടെ.